ഇപ്പോൾ കഴിഞ്ഞ ദിവസം ചർച്ച ചെയ്തതുപോലെ അല്ലെങ്കിൽ എക്സിറ്റ് പോൾ ഫലങ്ങൾ പോലെ അതിനേക്കാൾ അധികം ലീഡിലേക്ക് UDF പോവുകയാണ്. ഒരു ഭരണമാറ്റത്തിന്റെ സൂചനയാണ്. നേരത്തെ പോസ്റ്റൽ ബാലറ്റുകൾ എണ്ണിയപ്പോൾ തുല്യമായിരുന്നുവെങ്കിൽ കൗണ്ടിംഗ് തുടങ്ങിക്കഴിഞ്ഞപ്പോൾ യഥാർത്ഥ കൗണ്ടിംഗ് തുടങ്ങിക്കഴിയുമ്പോൾ UDF പല മണ്ഡലങ്ങളിലും കൊല്ലത്ത് ബിന്ദു കൃഷ്ണ, കായംകുളത്ത് M ലിജു, നമുക്കറിയാം M ലിജു മൂന്നാമത്തെ തവണയാണ് മത്സരിക്കുന്നത്. കഴിഞ്ഞ 2 തവണ എന്നെ തോൽപ്പിച്ചു, ഒരു തവണ വിജയിപ്പിക്കൂ എന്ന് കൈകൂപ്പി കരഞ്ഞു പറഞ്ഞ M ലിജു കായംകുളത്ത് ലീഡ് ചെയ്യുകയാണ്. ഇപ്പോൾ 83 സീറ്റുകളിൽ 52 സീറ്റുകളിലേക്ക് LDF-ന്റെ UDF-ന്റെ പ്രമുഖരല്ല മുന്നിലാണ്. പക്ഷെ വേറൊരു സർപ്രൈസിംഗ് എലിമെന്റ് കൂടി ഞാൻ പറയട്ടെ. റോഷി അഗസ്ത്യൻ പിന്നിലാണ് ഇടുക്കിയിൽ. പാലായിൽ ഇദ്ദേഹം പിന്നിലാണ്. നമ്മുടെ പിന്നെ ജോസ് കെ മാണി പിന്നിലാണ്. ഇത് അർത്ഥമാക്കുന്നത് മധ്യ കേരളത്തിൽ ഒരു ഷിഫ്റ്റിലേക്ക് പോവുകയാണ്. നേരത്തെ അനന്തപേർ പറഞ്ഞു തുടങ്ങി വെച്ച കാര്യം കോട്ടയവും എറണാകുളവുമായിരുന്നു എന്നും UDF-ന്റെ ശക്തി. കോട്ടയത്തും എറണാകുളത്തും എന്ന് അടിപതറിയോ അന്നൊക്കെ ഏറ്റുമാനൂരിൽ വാസവൻ താഴോട്ട് പോയി. UDF സ്ഥാനാർത്ഥി 1581 വോട്ടുകൾക്ക് ലീഡ് ചെയ്യുകയാണ്. കോഴിക്കോട് സൗത്ത് ഒന്ന് നോക്കൂ പ്രിയപ്പെട്ടവരെ, 676 വോട്ടുകൾക്ക് റനീഷ് മുന്നിലാണ്. NDA വ്യക്തമായ ലീഡ് നിലനിർത്തുകയാണ്. പ്രിയപ്പെട്ടവരെ, ശക്തമായിട്ടുള്ള അതായത് ഈ പ്രചരണത്തിൽ ശക്തമായ മുൻതൂക്കം ലഭിച്ച റനീഷ് കോഴിക്കോട് സൗത്തിലെ എല്ലാ വോട്ടർമാരും ഹൃദയത്തോട് ചേർത്ത് നിർത്തിയ റനീഷ് ഇപ്പൊ ലീഡ് ചെയ്യാണ്. റോഷി അഗസ്റ്റിൻ, VN വാസവൻ, ശിവൻകുട്ടി, വീണ ജോർജ്, അബ്ദുറഹ്മാൻ, R ബിന്ദു, KB ഗണേഷ് കുമാർ, P രാജീവ്, OR കേളു പിന്നിൽ. എല്ലാവരും പിന്നിലാണ്. ഇത്രയും മന്ത്രിമാർ പിന്നിലാണ്. ഞാൻ ഗൗതത്തിനൊന്ന് ആവേശത്തിലാക്കട്ടെ. ഗൗതമേ, സൗത്ത് റനീഷ് മുന്നിലാകുന്നു എന്ന് പറയുമ്പോൾ റനീഷിന്റെ പ്രചരണം തന്നെ സോഷ്യൽ മീഡിയയിലും അതോടൊപ്പം തന്നെ കേരളത്തിലും ഒക്കെ വലിയ തോതിൽ ശ്രദ്ധ നേടിയ ഒരു വ്യക്തിത്വമാണ്. അപ്പോൾ സ്വാഭാവികമായിട്ടും റനീഷിന്റെ ലീഡ് വലിയ ആവേശം. തമിഴ്നാട് DMK 45, TVK 45, AIDMK 26, DMK-യും TVK-യും ഒപ്പത്തിനൊപ്പം AIDMK 26. തമിഴ്നാട്ടിൽ നിന്ന് ഞെട്ടിക്കുന്ന വാർത്ത വരുന്നു. DMK 45 സീറ്റിൽ മുന്നിട്ട് നിൽക്കുന്നു. TVK 45, DMK-യും ചാത്തന്നൂർ എന്താണ് സംഭവിക്കുന്നത്? ടൈറ്റ് ഫൈറ്റ് ആണ്. ചാത്തന്നൂർ ടൈറ്റ് ഫൈറ്റ് തന്നെയാണ്. BV ഗോപകുമാർ കൃത്യമായി തന്നെ തുടക്കം മുതൽ ലീഡ് നേടി. എന്നാൽ കഴിഞ്ഞ കുറച്ച് സമയത്ത് മുൻപ് ലീഡ് കുറഞ്ഞു. വീണ്ടും ലീഡ് പിടിച്ചിരിക്കുന്നു. വീണ്ടും 6 സീറ്റുകളിലേക്ക് NDA തങ്ങളുടെ ലീഡ് ആദ്യ റൗണ്ട് പൂർത്തിയായപ്പോഴാണ് 13 വോട്ടുകൾക്ക് ലീഡ് ചെയ്യുകയാണ്. പാലക്കാട് നേരത്തെ 13 വോട്ടുകൾക്ക് പാലക്കാട് ശോഭാ സുരേന്ദ്രൻ. കാരണം പാലക്കാട് നഗര ഹൃദയത്തിലാണ് ഇപ്പോൾ എണ്ണുന്നത്. 13 മതിയോ എന്നൊരു തോന്നലുണ്ട്. അത് ശരിയാണ്. കാരണം പാലക്കാട് മുനിസിപ്പാലിറ്റിയാണ് BJP-യുടെ ശക്തി കേന്ദ്രം എന്ന് പറയുന്നത്. പഞ്ചായത്തിലേക്ക് എത്തുമ്പോൾ അത് UDF-ന്റെയും അതോടൊപ്പം തന്നെ LDF-ന്റെയും ഒക്കെ കർണാടക പോലുള്ള പഞ്ചായത്തുകളുണ്ട്. അപ്പോൾ പാലക്കാട് മുനിസിപ്പാലിറ്റി എണ്ണുമ്പോൾ ഏതാണ്ട് ഒരു 6000 വോട്ടുകൾക്ക് ലീഡ് ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും ശോഭാ സുരേന്ദ്രനെ സംബന്ധിച്ചിടത്തോളം നിയമസഭയിലേക്ക് വളരെ നോക്കൂ. വീണ്ടും മറ്റൊരു മന്ത്രി കൂടി പിറകിലോട്ട് പോയിരിക്കുന്നു. ജിഞ്ചുറാണി, ചടയമംഗലത്തെ ജിഞ്ചുറാണി. LDF-ന്റെ ലീഡ് വല്ലാണ്ട് കുറയുന്നു. LDF-ന്റെ ലീഡ് കുറയുന്നു. 48ലേക്ക് വരുന്നു. UDF 87, LDF 48. അതായത് 50-ന് താഴേക്ക് വരികയാണ്. ആദ്യത്തെ 1 മണിക്കൂറിൽ കണ്ട ആ ഒരു ഒഴുക്ക് 100 അല്ല, UDF 100 കടക്കാൻ സാധ്യത ഇതിൽ കാണുന്നുണ്ട്. LDF-ന്റെ ലീഡ് വല്ലാണ്ട് കുറയുകയാണ്. M ലിജു 498 വോട്ടുകൾക്ക് മുന്നിൽ. നാട്ടികയിൽ ഗീതാ ഗോപി തന്നെയാണ് മുന്നിട്ട് നിൽക്കുന്നത്. എന്നാൽ തൊട്ടു പിന്നിൽ തന്നെ NDA സ്ഥാനാർത്ഥി CC മുകുന്ദനുണ്ട്. തിരൂരങ്ങാടി UDF മുന്നിലാണ്. PMA സമീറിന്റെ ലീഡ് 1506 വോട്ടുകളാണ്.